ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI, ആക്രമണം നടന്ന കളമശ്ശേരി മാർത്തോമ ആശ്രമത്തിൽ വൈദികൻ കണ്ട നടക്കുന്ന കാഴ്ചകൾ അല്പം മുമ്പ് അങ്ങ് ഇതുമായി ബന്ധപ്പെട്ട് റിലീസ് ചെയ്ത വീഡിയോയ്ക്ക് ഷെക്കന ന്യൂസ് കൊടുത്തൊരു ക്യാപ്ഷനാണ്. ആയിരങ്ങളാണ് വിത്തിൻ 1 hour ഈ ഒരു വീഡിയോ കണ്ടത്, ഒരു വൈറലായി മാറുന്ന ഒരു സാഹചര്യം. അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ അത് തന്നെയാണ്, എന്തായിരുന്നു അങ്ങ് അവിടെ കണ്ട നടക്കുന്ന കാഴ്ചകൾ? ഫാദർ ജോൺസൺ പാലപ്പള്ളി. ഇന്നലെ ഞാൻ ഉച്ച കഴിഞ്ഞ് മാർത്തോമ ഭവനന്റെ ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു മരണ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു പ്രകൃതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നടന്ന ആ സംഭവത്തെ മൊത്തം ഒന്ന് വിലയിരുത്തുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു നീണ്ട ഗൃഹപാഠം ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഒരു നീണ്ട ഗൃഹപാഠം ചെയ്തതിന്റെ അവസാനത്തെ അധ്യായത്തിന്റെ അരങ്ങേറ്റമായിരുന്നു ഇന്നലെ മാർത്തോമ ഭവനിൽ അവിടെ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. നമുക്കറിയാം, തിരുവോണത്തിന്റെ തലേ ദിവസം രാത്രിയിൽ 1 മണിക്കും 4 മണിക്കും ഇടയിലാണ് കേരള ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കയ്യേറ്റം ഇവിടെ സംഭവിച്ചത്. അതിനുശേഷം എന്തുകൊണ്ട്, പെട്ടെന്ന് പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഒരു കയ്യേറ്റ അക്രമശ്രമം നടന്നിട്ടും എന്തുകൊണ്ടാണ് മാർത്തോമ ഭവനിലെ അധികാരികൾ ഒരു നീണ്ട നിശബ്ദത പാലിച്ചത് എന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവമായ മാർഗത്തിലൂടെ ഈ അക്രമത്തെ നേരിടുക, അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിൽ അത് വലിച്ചിഴച്ചുകൊണ്ട് ഇത് ഒരു വർഗീയ വിഷയമായോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോകണ്ട എന്ന് അവർ നിശ്ചയിച്ചതുകൊണ്ടാണ്. അവര് പ്രത്യാശ വെച്ചിരുന്നു അവരെ സംരക്ഷിക്കുവാനായിട്ട്, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് ഇവിടെ ഒരു നീതിപീഠം ഉണ്ടാകും, അല്ല എങ്കിൽ ഇവിടെ നിയമ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും ഒക്കെ അവർക്ക് തുണയായി ഉണ്ടാകും എന്ന് അവർ സ്വപ്നം കണ്ടതിന്റെ ഫലമായിട്ടാണ് ഈ 22 ദിവസങ്ങൾ അവർക്ക് താമസിക്കേണ്ടി വന്നത് എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. ഒടുവിൽ അവരുടെ ക്ഷമ നശിച്ചതിന് ശേഷമാണ് മീഡിയയ്ക്ക് മുമ്പിലേക്ക് വരാനായിട്ട് അവർ തയ്യാറായത്. നമുക്കറിയാം, കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലഘട്ടമായിട്ട് നിയമത്തിന്റെ വഴിയിലൂടെ പണം കൊടുത്തു കൈക്കലാക്കിയ, പലരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച ഭൂമിയാണ് അവർ സ്വന്തമായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായിട്ട് അവർ കരം അടയ്ക്കുന്ന ഒരു ഭൂമി തന്നെയാണ്. ഈ ഭൂമിയിലേക്കാണ് ഇരുളിന്റെ മറവിൽ ഒരു കൂട്ടം സാമൂഹിക ദ്രോഹികൾ സർവ്വവിധ സന്നാഹങ്ങളുമായി അവിടേക്ക് കടന്നു ചെല്ലുന്നത്. നമുക്കറിയാം, പാതിരാത്രിയിൽ കടന്നു ചെല്ലുന്നവരെ കള്ളൻ എന്ന് തന്നെ അക്ഷരം തെറ്റാതെ വിളിക്കണം. അങ്ങനെ നാം വിളിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ കയ്യേറിയവര് ചില രേഖകളൊക്കെ കാണിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് അവകാശപ്പെടുമ്പോൾ അതിന്റെ മറുവശമുണ്ട്. നിങ്ങളുടെ ഭൂമിയാണ് എന്ന് അവരുടെ സ്വന്തം ഭൂമിയാണെന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് അവരുടെ ഭൂമിയിലേക്ക് അവകാശം സ്ഥാപിക്കുവാനായിട്ട് ഇരുളിനെ കൂട്ടുപിടിച്ചു? എന്തുകൊണ്ട് ഒരു തിരുവോണത്തലേന്ന് കോടതികൾ തുടർച്ചയായിട്ട് കോടതികൾ അവധിദിവസങ്ങളാകുന്ന ഒരു ദിവസം തന്നെ അവർ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തു? ചോദ്യങ്ങൾ നിരവധി ബാക്കിയാവുകയാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു കടന്നാക്രമണം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കടന്നാക്രമണം കേരള സമൂഹത്തിന് മുമ്പിൽ വെക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. കയ്യൂക്ക് അല്ലെങ്കിൽ സംഘടിത ബലം ഇല്ലാത്ത സാധാരണക്കാരായ നിരാലംബരായ സാധുക്കളായ സന്യാസികൾക്ക് നീതി നടത്തിക്കെട്ടുവാനായിട്ട് ഇനി ആരുടെ അടുത്തേക്ക് പോകണം? അവിടുത്തെ സുപ്പീരിയർ ജോർജിനോട് സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, ജോർജ് അച്ഛൻ ജില്ലാ കളക്ടറുടെ ഉൾപ്പെടെ അടുത്തുള്ള സാധ്യമായിട്ടുള്ള എല്ലാ നിയമ സംവിധാനങ്ങളെയും സമീപിച്ചു. ജില്ലാ കളക്ടർ ഓർഡർ ഇട്ടു, എത്രയും പെട്ടെന്ന് അവരെ ഒഴിപ്പിക്കണം എന്ന് ഓർഡർ ഇട്ടിട്ട് പോലും ആ ഓർഡർ നടപ്പിലാക്കുവാനായിട്ട് ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ഇവരെ ആരെയൊക്കെയാണ് ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇവരെ ആരെയൊക്കെയാണ് പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ 45 വർഷമായിട്ട് ഒരു സന്യാസ സമൂഹം സ്വന്തമായിട്ട് വെച്ചിരിക്കുന്ന ഭൂമിക്ക് പോലും ഒരു സുപ്രഭാതത്തിൽ അവരുടെ കയ്യിൽ നിന്ന് അത് ഒരു വിഭാഗം തട്ടിയെടുക്കുമ്പോൾ ഈ വലിയ നെറികേടിനോട് കേരള സമൂഹം കാണിക്കുന്ന നിശബ്ദത നമ്മുടെ ജനാധിപത്യത്തിന് നേരെ ഉയർത്തുന്ന ഒരു ചോദ്യചിഹ്നമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് തന്നെ, ഇത്ര വലിയ ഒരു കയ്യേറ്റ സംഭവം അവിടെ നടന്നിട്ട് വലിയ ജാഥകളോ പ്രതിഷേധ പ്രകടനങ്ങളോ ഒന്നും ഇതുവരെ അവിടെ നടന്നിട്ടില്ല. അതേസമയം നമ്മൾ ചിന്തിക്കുക, ഇത് ക്രൈസ്തവ സമൂഹത്തിന്റെ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ പ്രോപ്പർട്ടിയിലേക്കാണ് ഇങ്ങനെ ഒരു കടന്നുകയറ്റം നടന്നിരുന്നു എങ്കിൽ കേരളത്തിൽ ഒന്നിലധികം ഹർത്താലുകളും ബന്ധുക്കളും ഇതിനകം അരങ്ങേറിയേനെ. നിരവധി രാഷ്ട്രീയ സംഘടനകൾ, യുവജന സംഘടനകളൊക്കെ അങ്ങോട്ട് നീണ്ട മാർച്ചുകൾ സംഘടിപ്പിച്ചേനെ, പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചേനെ. 22 ദിവസങ്ങൾ കഴിയുമ്പോൾ പോലും കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ യുവജന സംഘടനയുടെയോ യാതൊരു തരത്തിലുള്ള പ്രതിഷേധമോ യോഗമോ ഒന്നും അവിടെ നടന്നിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഇതാണ്: ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങളെ നിശബ്ദമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് വേണമെങ്കിൽ ഒരു ലിറ്റ്മസ് ടെസ്റ്റ്, ഒരു ആസിഡ് ടെസ്റ്റ് ആയിട്ട് കൂടി കണക്കാക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു കയ്യേറ്റം നടന്നിട്ട് പോലും, അതായത് സ്വന്തമായി
കൈക്കലാക്കി സ്വന്തമായി കൈവശ ഭൂമി ഒരു വിഭാഗം കൈക്കലാക്കിയിട്ട് പോലും കേരള സമൂഹം ഈ പാലിക്കുന്ന ആ നിശബ്ദതയുണ്ട്. ആ നിശബ്ദത ഭാവി അക്രമങ്ങൾക്ക് വഴിമരുന്നിടുകയാണ്, അല്ലെങ്കിൽ അടിവരയിടുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാളെ ഇത് കളമശ്ശേരികൾ ഇനിയും നമ്മുടെ കേരളത്തിന്റെ പല ഭാഗത്തും നാളെ ആവർത്തിക്കപ്പെടാനുള്ള മുഴുവൻ സാധ്യതയും ഈ കഴിഞ്ഞ 22 ദിവസം കാലഘട്ടത്തിലെ നമ്മുടെ മാധ്യമങ്ങളുടേത് ഉൾപ്പെടെയുള്ള സാംസ്കാരിക നായകരുടേത് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ള ഈ നിശബ്ദത അവർക്ക് കേരളത്തിൽ വളർന്നു വരുന്ന എന്താണ് ഒരു പ്രത്യയശാസ്ത്ര ശക്തികൾക്ക് വഴിമരുന്നിടുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ 16 ഏക്കർ പുരയിടത്തിലേക്ക് നമുക്ക് കയറുമ്പോൾ തന്നെ കാണുവാനായിട്ട് സാധിക്കും. വർഷങ്ങളായിട്ട് അവർ കൃഷി നടത്തിയ, അവർ സ്വന്തമായിട്ട് കൈവശം അവകാശം സ്ഥാപിച്ചിരുന്ന ഒരു ഭൂമിയാണ് പെട്ടെന്ന് ഒരു രാത്രിയുടെ ഇരുടിന്റെ മറവിൽ ഒരു കൂട്ടം സാമൂഹിക ദ്രോഹികൾ എന്ന് തന്നെ പറയണം അവരവിടെ കയ്യേറിയത്. ഞാനവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു വാൻ പോലീസുകാരുണ്ട്. ആ പോലീസുകാരൊക്കെ ആർക്കാണ് കാവൽ നിൽക്കുന്നത്, അതായത് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥനാണോ കയ്യേറ്റക്കാർക്കാണോ കാവൽ നിൽക്കുന്നത് എന്ന് പോലും സംശയം ഉളവാക്കത്തക്ക രീതിയിലുള്ള ഒരു നിസ്സംഗതയാണ് ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ഒരു ഞെട്ടലോടെ വേണം മനസ്സിലാക്കുവാനായിട്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അതായത് ഈ അനീതിയെ, ഈ കയ്യേറ്റത്തെ എത്രയും പെട്ടെന്ന് കേരള സമൂഹം രാഷ്ട്രീയ മത ഭേദമന്യേ ചെറുക്കുന്നില്ല എങ്കിൽ നാളെ കേരള സമൂഹത്തെ കാത്തിരിക്കുന്നത് ഇതിനേക്കാൾ വളരെ അതിഭീകരമായിട്ടുള്ള കയ്യേറ്റങ്ങളും അതുപോലെ തന്നെ ഇതുപോലുള്ള അക്രമസംഭവങ്ങളും ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജോർജി, അച്ഛൻ പറഞ്ഞതുപോലെ ഈ നിശബ്ദതയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഞാൻ മറ്റൊരു കാര്യം കൂടി അച്ഛനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ തകർത്ത ആ ഒരു മതിൽ എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ മതിലല്ല, ദൈവവചനം എഴുതി വെച്ചിരിക്കുന്ന മതിലാണ്. നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ കോൺവെന്റുകളുടെ ആശ്രമങ്ങളുടെയൊക്കെ മതിലിൽ എഴുതി വെച്ചിരിക്കുന്ന ദൈവവചനം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ വളരെ ആദരവോടുകൂടി തന്നെയാണ് ജാതി മത ഭേദമന്യേ എല്ലാവരും നോക്കിക്കാണുന്നത്. അപ്പോൾ പോയിന്റ് നമ്പർ 1, ആ തകർക്കപ്പെട്ടത് ദൈവവചനം എഴുതിയ മതിലുകളാണ്. രണ്ടാമത്തെ വലിയൊരു പോയിന്റ് ഉണ്ട്. ഈ അവിടുത്തെ പാവപ്പെട്ട കന്യാസ്ത്രീകൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി, അതായത് അവരുടെ മഠത്തിന്റെ മതിലാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്, ആ ഒരു സുരക്ഷിതത്വമാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. ഇനി കന്യാസ്ത്രീകൾ എന്നത് മാറ്റി നിർത്തിയാൽ ഒരു സ്ത്രീകൾ രാത്രിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ മേഖലയുടെ ഒരു സുരക്ഷ തന്നെയാണ് ഈ കൂട്ടർ ഇല്ലാതാക്കിയത്. ഈ 2 സംഭവങ്ങളും അതീവ ഗൗരവമേറിയതല്ലേ? ഈ 2 സംഭവങ്ങളും നമുക്കറിയാം, ഇപ്പം സ്ത്രീകൾക്കൊക്കെ വേണ്ടി മതില് നിർമ്മിക്കുന്നവർ, ഘോരം പ്രസംഗിക്കുന്നവരെ ഒന്നും, സ്ത്രീപക്ഷവാദികളെ ഒന്നും നമ്മൾ ആ കൂട്ടത്തിൽ നാം കണ്ടില്ല. മാത്രമല്ല ഈ ദൈവവചനം തകർക്കപ്പെട്ട ആ ഒരു വിഷയത്തെയും അത്ര ഗൗരവത്തോടെ പലരും നോക്കിക്കാണുന്നില്ല. ഫാദർ ജോൺസൺ പറഞ്ഞു. 7 അടി പൊക്കമുള്ള ഏകദേശം 100 മീറ്ററോളം മതിൽ അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഈ മതിൽ തകർക്കപ്പെട്ട ആ പ്രദേശം നമുക്ക് സന്ദർശിച്ച് മനസ്സിലാക്കുന്ന സംഗതി, അവിടെ മതിൽ തകർത്തതിന്റെ യാതൊരു അവശിഷ്ടങ്ങളും അവിടെ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അവിടുത്തെ സുപ്പീരിയറിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് ആ മതിൽ തകർത്തതിന്റെ അവശിഷ്ടങ്ങൾ അവർ താൽക്കാലിക ഭവനങ്ങൾ കൊണ്ടുവന്ന ആ ടോറസ് ലോറിയിൽ തന്നെ അവർ തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് അത്രമാത്രം പ്ലാനിങ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മതിൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രതീകം കൂടിയാണ്. മതിൽ തകർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ സ്വകാര്യതയിലേക്ക്, നിന്റെ സ്വകാര്യ ഭൂമിയിലേക്കുള്ള എന്റെ സ്വതന്ത്രമായ കടന്നുകയറ്റം, ഒന്നിനെയും ഒരു മതിലിനെയും, ഇവിടെ മതിൽ എന്ന് പറയുന്നത് പ്രതീകാത്മകമായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഒരുക്കുന്ന, പോലീസ് സംവിധാനങ്ങൾ ഒരുക്കുന്ന, ഇതൊക്കെ ഒരു തരത്തിലുള്ള മതിലിന്റെ പ്രതീകങ്ങളാണ്. ആ മതിലിനെയൊക്കെയാണ് ഇത്. അതുകൊണ്ട് ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ ഇഷ്ടിക വെച്ച് കെട്ടിയ ഒരു മതിൽ തകർത്തു എന്ന് പറയുമ്പോൾ ഈ മതിൽ എന്ന് പറയുന്ന ഒരു സന്യാസ സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സംരക്ഷണം ഒരുക്കേണ്ട മതിലുകളുടെ അല്പം കൂടെ വികസിത രൂപത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പോലീസ് സംരക്ഷണം ഒരു മതിലാണ്, നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ മതിലുണ്ട്. അതിനെയൊക്കെയാണ് പ്രതീകാത്മകമായിട്ട് ഈ മതിൽ തകർക്കുന്ന വഴി ഈ സാമൂഹ്യ ദ്രോഹികൾ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ താൽക്കാലിക കോൺക്രീറ്റ് സ്ലാബ് റൂമുകൾ, ഭവനങ്ങൾ ഈ 2 ഗേറ്റിന്റെ, അതായത് സിസ്റ്റേഴ്സ് ഉൾപ്പെടെ ഉള്ളവർ വഴി നടക്കുന്ന, അവർക്ക് അവരുടെ ഹൗസിലേക്ക് വണ്ടി പോകുന്ന ആ വഴിയരികിലാണ് ഇവർ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഇവർ ഈ താൽക്കാലിക ഭവനം താമസിക്കുന്നതിന്റെ ഭാഗമായിട്ട് സിസ്റ്റേഴ്സിന്റെ ഹൗസിലേക്കുള്ള കുടിവെള്ള വിതരണം പോലും അവിടെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, അപ്പം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഘോരഘോരം സംസാരിക്കുന്ന നിരവധി ഉറവിടങ്ങൾ നമ്മുടെ ഈ പൊതുസമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ള പൊതുസമൂഹത്തിൽ വെച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ ഇരുന്നു കൊണ്ടാണ്, ആ പൊതുസമൂഹത്തിന് മധ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു നീതി നിഷേധം
പാവപ്പെട്ട കന്യാസ്ത്രീയുടെ മേൽ ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് ആ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ഭയമാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നടത്തുവാനായിട്ട് അവർക്ക് പുറത്തിറങ്ങാനായിട്ട് ഭയമാണ്. കാരണം അവരുടെ സഞ്ചാര പാതകൾ പൂർണ്ണമായിട്ടും അടയ്ക്കുക മാത്രമല്ല, നിരീക്ഷണ ക്യാമറകൾ വെച്ചിട്ട് എവിടുന്നൊക്കെയോ ആൾക്കാർ അതിലൂടെ കടന്നു പോകുന്നവരെയൊക്കെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഭയവും അവരെ ആകമാനം മൂടിയിരിക്കുകയാണ്.